മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവെടികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. ഇന്ന് നമ്മൾ 64-ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. 66-ാമത്തെ പാദവും. ഒരു നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും കരുതലിനും അനുതമായ കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠന പരമ്പര മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ആ വലിയ നന്മയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ ചരിത്രം മനസ്സിലാക്കുവാനും കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മേഖലയായിരിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാർ യോസേപ്പേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. 66-ാമത്തെ പാദമാണ് ഇന്നത്തെ ക്ലാസ്. പേജ് നമ്പർ 373 മുതൽ 380 വരെയാണ്. പാറേമാക്ക തോമാക്കത്തനാർ രചിച്ച മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിലെ 66-ാം പാദത്തിൻ്റെ വിശദമായ പഠനമാണിന്ന് നമ്മൾ നടത്തുന്നത്. ഈ ഭാഗത്ത് കരിയാറ്റി മെത്രാപ്പൊലീത്തായുടെ നാമനിർദ്ദേശത്തിന് ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും കയത്താനോസ് പാതിരിയുമായുള്ള ബന്ധം പൂർണ്ണമായി വഷളാകുന്നതിനെയും കുറിച്ചാണ് പ്രത്യേകമായി നമ്മൾ കാണുക. പതിവ് പോലെ 5 ആശയങ്ങളിലായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും ക്രമീകരിച്ചിരിക്കുന്നത്. പാഠപുസ്തകം വായിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുമല്ലോ. ഒന്നാമത്തെ ആശയം ഇതാണ്: കയത്താനോസ് പാതിരിയുമായുള്ള അകൽച്ചയും മെഷ്കീത്ത പാതിരിയുടെ ഇടപെടലും. മുൻപ് കയത്താനോസ് പാതിരിയോടൊപ്പം പ്രഭുവിൻ്റെ ഭവനത്തിൽ പോയപ്പോൾ കരിയാറ്റി മെത്രാപ്പൊലീത്തായ്ക്കും കത്തനാർക്കും വലിയ മനപ്രയാസവും ക്ഷീണവും അനുഭവപ്പെട്ടിരുന്നു. കാരണം കയത്താനോസ് പാതിരി അവരോട് പ്രഭുവിൻ്റെ അടുത്തും പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഇവർ തന്നോട് കാണിച്ച അതിന് ക്ഷമയെല്ലാം ചോദിച്ച് കരഞ്ഞ് ക്ഷമ ചോദിച്ച് എൻ്റെ അടുത്ത് വന്നതാണ്. അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് പ്രഭുവിൻ്റെ ഭാര്യയൊക്കെ മൽപ്പാനെയൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതും ഇദ്ദേഹത്തോടുകൂടി വീണ്ടും കൂട്ടുകൂടിയോ എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു മനപ്രയാസം മൽപ്പാനും കൂടെയുള്ളവർക്കും ഉണ്ടായിരുന്നു. ഈ കയത്താനോസിൻ്റെ കുടില ബുദ്ധിയും അഹങ്കാരവും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇത് പരിഹരിക്കാനായി അവരുടെ പഴയ സുഹൃത്തായ മെഷ്കീത്ത പാതിരി രംഗത്ത് വരുന്നു. മെഷ്കീത്ത പാതിരിയുടെ സഹായത്തോടെ മെത്രാപ്പൊലീത്ത 2ാം തവണ പ്രഭുവിൻ്റെ വീട്ടിലെത്തുകയും കയത്താനോസ് ഉണ്ടാക്കിയ വശപിശകുകൾ തിരുത്തുകയും ചെയ്യുന്നു. ഇത് കരിയാറ്റി മെത്രാപ്പൊലീത്തായ്ക്ക് പോർച്ചുഗീസ് അധികാരികൾക്കിടയിൽ കൂടുതൽ മാന്യത നേടിക്കൊടുത്തു. രണ്ടാമത്തെ ആശയം ഇതാണ്: പ്രഭുവിൻ്റെ ഭവനത്തിലെ സുറിയാനി കുർബാനയും വിഷ്കുന്തസായുടെ ഉപദേശവും. പാശ്ചാത്യ രാജ്യങ്ങളിൽ സുറിയാനി ക്രമത്തിലുള്ള കുർബാന അപരിചിതമായിരുന്നു. പ്രഭുവിൻ്റെ ഭാര്യ പ്രഭുവിൻ്റെ ഭാര്യയുടെ താല്പര്യപ്രകാരം മെത്രാപ്പൊലീത്ത അവിടെ കുർബാന അർപ്പിക്കുന്നു. ഇതിനായി തക്സ കുർബാനക്രമം അദ്ദേഹം കരുതിയിരുന്നു. കുർബാനയ്ക്ക് ശേഷം പ്രഭുവിൻ്റെ ഭാര്യ അവരോട് വളരെ ഹൃദ്യമായി സംസാരിക്കുകയും ഒരു സുപ്രധാനമായ ഉപദേശം നൽകുകയും ചെയ്തു. നിങ്ങൾ കയത്താനോസിൻ്റെ കീഴിലല്ല, ഞങ്ങളുടെ, അതായത് രാജ്ഞിയുടെ സംരക്ഷണത്തിലാണ്. സാമ്പത്തികമായോ രാഷ്ട്രീയമായോ യാതൊന്നിലും കയത്താനോസിന് മുമ്പിൽ കൈനീട്ടേണ്ടതില്ലെന്നും സ്വതന്ത്രമായി കാര്യങ്ങൾ നീക്കണമെന്നും അവർ ഉപദേശിച്ചു. ഇത് ഗ്രന്ഥകാരനും മെത്രാപ്പൊലീത്തായ്ക്കും വലിയ ആത്മവിശ്വാസം നൽകി. ഒരിക്കൽ പ്രഭുവിൻ്റെ ഭാര്യ കയത്താനോസ് പാതിരിയുടെ ഇടപെടൽ വഴിയായിട്ട്, അല്ലെങ്കിൽ കള്ളത്തരം പറയുന്ന വഴിയായിട്ട് ഇവരോട് അസ്വസ്ഥരായിരുന്നുവെങ്കിൽ മെഷ്കീത്ത പാതിരിയുടെ ഇടപെടൽ വഴിയായിട്ട് ആ ഒരു അസ്വസ്ഥത മാറ്റുന്ന വഴി അവസാനം പ്രഭുവിൻ്റെ ഭാര്യ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം തന്നെ, നമ്മൾ ഉപദേശം തന്നെ കാണുകയാണ്: നിങ്ങൾ കയത്താനോസിൻ്റെ കീഴിലല്ല, ഞങ്ങളുടെ സംരക്ഷണയിലാണ് എന്നുള്ളത്. അതാണ് ഗ്രന്ഥകാരൻ
പാറേമാക്കലിനും അതുപോലെ തന്നെ മെത്രാപ്പോലീത്തായ്ക്കുമൊക്കെ കൂടുതൽ ആത്മവിശ്വാസം നൽകിയ കാര്യമെന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമായി നമ്മൾ കാണുന്നത് രാഷ്ട്രീയ തന്ത്രങ്ങളും രാജ്ഞിയുടെ കൈമുത്തൽ ചടങ്ങും. ലിസ്ബണിലെ കൊട്ടാര മര്യാദകളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും ഈ പാഠത്തിൽ സവിശേഷമായി പ്രതിപാദിക്കുന്നുണ്ട്. ജൂലൈ 25 പ്രിൻസസ്സായുടെ പിറന്നാൾ ദിനത്തിൽ രാജ്ഞിയുടെ കൈമുത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രഭുവിൻ്റെ ഭാര്യ ഉപദേശിക്കുന്നു. ഈ ചടങ്ങ് ഒഴിവാക്കുന്നത് രാജ്ഞിയെ ധിക്കരിക്കുന്നതിന് തുല്യമാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇതിനായി പ്രത്യേക കുപ്പായങ്ങൾ തയ്പ്പിക്കുകയും കൊട്ടാരത്തിലെ ആചാരങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. പോർച്ചുഗീസ് കൊട്ടാരത്തിലെ അധികാര ശ്രേണിയും മര്യാദകളും വിവരിക്കുന്നതിലൂടെ അന്നത്തെ യൂറോപ്യൻ രാജ്യഭരണ വ്യവസ്ഥയെക്കുറിച്ച് വായനക്കാരന് കൃത്യമായ ധാരണ നൽകാൻ ഗ്രന്ഥകാരന് സാധിക്കുന്നുണ്ട്. കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക, ആ രാജകൊട്ടാരത്തിലെ പോർച്ചുഗീസ് രാജകൊട്ടാരത്തിലെ ആചാരമര്യാദകൾ നമ്മൾ വ്യക്തമായിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നില്ല. അത് പാഠപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുക, ഇതിനോടൊപ്പം തന്നെ പാഠപുസ്തകം കൂടെ വായിച്ചു പോകണമെന്നുള്ളത്. അപ്പോൾ അതിനൊരു സൂചന മാത്രമാണ് നൽകിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഈ പോർച്ചുഗീസ് കൊട്ടാരത്തിലെ അധികാര ശ്രേണിയെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് പാഠപുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കുമല്ലോ. നമ്മൾ നാലാമത്തെ പോയിന്റിലേക്ക്, ആശയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കയത്താനോസ് പാതിരിയുടെ ചതിയും എതിർപ്പും. കരിയാറ്റി മെത്രാപ്പൊലീത്തായ്ക്ക് മാത്രം പദവി ലഭിച്ചതിൽ കയത്താനോസ് അങ്ങേയറ്റം അസംതൃപ്തനായിരുന്നു. തൻ്റെ കൂടെയുള്ള ഗോവാക്കാർക്കും വലിയ പദവികൾ ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനാൽ രാജ്ഞിയുടെ കൈമുത്തൽ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് അയാൾ കരിയാറ്റിയോട് കൽപ്പിക്കുന്നു. മെത്രാപ്പൊലീത്തയെ രാജ്ഞിയുടെ മുമ്പിൽ അവമതിപ്പുള്ളവനാക്കാനായിരുന്നു ഈ നീക്കം. എന്നാൽ കയത്താനോസിൻ്റെ മകൻ യൗസേപ്പ് പാതിരി വഴി അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും കയത്താനോസ് വഴങ്ങിയില്ല. ഈ ഘട്ടത്തിലാണ് അയാളുടെ ലക്ഷ്യം സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണെന്ന് കത്തനാർ തിരിച്ചറിയുന്നത്. അഞ്ചാമത്തെ ആശയം ഇതാണ്: ബന്ധം വേർപ്പെടുത്തലും സ്വതന്ത്രമായ യാത്രയും. കയത്താനോസിൻ്റെ കൽപ്പന ധിഖരിച്ചുകൊണ്ട് അവർ രാജ്ഞിയെ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനെ ഉപമിക്കുന്നത് ആദത്തിൻ്റെ പാപം മിശിഹായുടെ ജനനത്തിന് കാരണമായതുപോലെ കയത്താനോസിൻ്റെ ക്രൂരതകൾ തങ്ങളെ സ്വതന്ത്രരാക്കാൻ സഹായിച്ചു എന്നതാണ്. ഇവിടെ തയ്യൽക്കാരൻ, തേര് തുടങ്ങിയ പ്രയോഗങ്ങൾ അന്നത്തെ ജീവിത ശൈലിയെ കാണിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ അവസാനത്തിൽ റോമായിലെ അന്തോനെല്ലി കർദിനാളിനെയും മറ്റും വിവരങ്ങൾ അറിയിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ കരിയാറ്റി തൻ്റെ പദവി ഉറപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പാഠപുസ്തകം വായിക്കുന്ന കാര്യത്തിൽ മറന്നു പോകരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ക്ലാസ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രഭുവിൻ്റെ വീട്ടിലുണ്ടായ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ മെത്രാപ്പൊലീത്തയെ സഹായിച്ച സ്നേഹിതനാര്? മെഷ്കീത്ത പാതിരി. മെത്രാപ്പൊലീത്തയെ നാമനിർദ്ദേശം ചെയ്ത വിവരം തന്നെ അറിയിക്കാത്തതിൽ സങ്കടം പ്രകടിപ്പിച്ചതാര്? മെഷ്കീത്ത പാതിരി. പ്രഭുവിൻ്റെ ഭവനത്തിൽ കുർബാന ചൊല്ലാനായി മെത്രാപ്പൊലീത്ത കരുതിയ പുസ്തകമേത്? കുർബാന തക്സ. നിങ്ങൾ കയത്താനോസ് പാതിരിയുടെ കീഴിലല്ല കഴിയുന്നത്, ഞങ്ങളുടെ കീഴിലാണ്. ഈ വാചകം പറഞ്ഞതാര്? പ്രഭുവിൻ്റെ ഭാര്യ. ജൂലൈ 25 ലിസ്ബണിൽ നടന്ന പ്രത്യേകതയുള്ള ദിവസം എന്തായിരുന്നു? പ്രിൻസിപ്പായുടെ ഭാര്യയായ പ്രിൻസസ്സായുടെ പിറന്നാൾ ദിനം. കൊട്ടാരത്തിൽ ചെന്ന് രാജ്ഞിയുടെ കൈമുത്തുന്നത് ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് പ്രഭുവിൻ്റെ ഭാര്യ മുന്നറിയിപ്പ് നൽകിയത്? രാജ്ഞി അത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും അത് ദോഷകരമായി ബാധിക്കുമെന്നും. രാജ്ഞിയുടെ കൈമുത്താൻ പോകരുതെന്ന് മെത്രാപ്പൊലീത്തയോട് കൽപ്പിച്ചതാര്? കയത്താനോസ് പാതിരി.
കയത്താനോസ് പാതിരിയുടെ ചതിയ ഗ്രന്ഥകാരൻ എന്തിനോടാണ് ഉപമിക്കുന്നത്? മിശിഹാ കർത്താവ് ഭൂമിയിൽ പിറക്കുവാൻ ആദത്തിൻ്റെ പാപം കാരണമായി എന്ന് പറയുന്നത് പോലെ. കുപ്പായങ്ങൾ തുന്നാൻ ഏൽപ്പിച്ച വ്യക്തിയെ പാഠഭാഗത്തിൽ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? തൂശിപ്പണിക്കാരൻ അല്ലെങ്കിൽ തയ്യൽക്കാരൻ. റോമയിൽ പ്രൊപ്പഗാന്തയുടെ അധിപനായിരുന്ന കർദിനാൾ ആര്? അന്തോന്നില്ലി കർദിനാൾ. ലിസ്ബണിൽ തിരിച്ചെത്തിയ ഗോവാക്കാരനായ പാതിരി ആര്? യൂസെ അന്തോനിയ ഗൊൺസാലസ്. കൊട്ടാരത്തിലെ കൈമുത്തൽ ചടങ്ങിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ വിവരിക്കാൻ കാരണമെന്താണ്? ആ ആചാരക്രമം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിവില്ലാത്തതിനാലും അവിടുത്തെ രീതികൾ മനസ്സിലാക്കി കൊടുക്കാനും.